പിന്നെ കോഴിക്കോട് ജില്ലയിൽ പിന്നെ കാക്കൂര് ബാലുശ്ശേരി കാക്കൂര് 11/4. ഞങ്ങളത് മയിൽക്കുട്ടികളുടെ പേരാണ് ഇവിടെ 11/4, 11/2, 13, 14, 9/5, 9/2, 8/4, 8/5, 8/6 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പേരുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വീട് ബാലുശ്ശേരി കാക്കൂര് കഴിഞ്ഞ കോഴിക്കോട് ബാലുശ്ശേരി അതിന് കുറച്ചൊക്കെ പോയ വയനാടിൻ്റെ അടുത്തുള്ള താമരശ്ശേരി. ആ വെള്ളാനകളുടെ നാട് സിനിമ, ആ സിനിമ ഞാനുണ്ട് കേട്ടോ. 2-3 സീൻ. ആദർശശാലി എന്ന സീനിലുണ്ട്, ലാലേട്ടൻ്റെ കൂടെ പാട്ട് സീനിലുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റാണ് കോളേജിൽ വെച്ചിട്ട് ഷൂട്ടിങ്, ശോഭന. അപ്പോൾ ആ ഏരിയ ആണ് ഞങ്ങളത്. വയനാടിൻ്റെ അടുത്തായിട്ട് വരും. വയനാടിൻ്റെ അടുത്തല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള കുന്ന്. 19 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് കടപ്പുറം കാണാൻ കഴിയും. അതിന് മുകളിൽ ഉച്ചിരുന്നാൽ. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ഉദ്ഘാടനം ഉണ്ടല്ലോ. ഞങ്ങൾ രാത്രി പുറത്ത് മോനുണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് പേടിയാണ് കാരണം വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് ജലദോഷം പിടിച്ചതാണ്, തണുപ്പ് അടിച്ചിട്ട് നല്ല തണുപ്പാണ് അവിടെ. വർത്താനം പറയാൻ കഴിയില്ല. തുമ്മി രാവിലെ എണീറ്റാൽ തുമ്മൽ ഒരു ഭാഗമായിരിക്കുന്നത്. എന്നിട്ട് മേലോട്ട് വന്നിട്ട് തുമ്മിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ അതുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പ് പോകുന്നു. ഇന്നലെ ഒരു മിഠായി കഴിക്കുമ്പോൾ കണ്ണൊക്കെ മുകളിലേക്ക് തുറുത്ത് വന്ന് തരിപ്പ് പോയിട്ട് ഇങ്ങനെ വായന്ന് എടുത്തതാണ് മിഠായി. ഞാൻ പേടിച്ചു പോയി. അത്രയും തരിപ്പ് പോവാ. ഒരു വെള്ളം ഉമിനീരൊക്കെ മേലോട്ട് തരിപ്പ് പോയിട്ട് എല്ലാ ദിവസവും എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പ് പോയിക്കുന്നത്. അപ്പോൾ നരമ്പിന് പ്രശ്നം കൊണ്ടയക്കുന്നതാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ട് നാട്ടുകാരനാണ്. അപ്പോൾ പറഞ്ഞ് ഡോക്ടറെ കാണിക്കണം, കോഴിക്കോട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ രാധാമണി ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അങ്ങനെ കാണിക്കണം. എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ മുന്നേ എല്ലിൻ്റെ തേയ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞ് തിരക്ക് കാരണം കൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും പോകണം. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നല്ല തണുപ്പ് പറഞ്ഞാൽ ഓവർകോട്ട് കാണില്ല മോൻ്റെ. എവിടെയോ കരയിട്ട് വെച്ചിരുന്നു. അടുത്ത മാസം 19-ആം തീയതി മുതൽ മലേഷ്യയിൽ പോവാം. 19, 20, 21, 22-ആം തീയതി തിരിച്ചു വരും. അങ്ങനെയാണ് ടൂറുള്ളത്. ചെറിയൊരു യാത്ര, തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ ലോങ് യാത്ര പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയൊരു യാത്ര, ഓരോ റിസർച്ച് മാതിരി നടത്തണം. അതിന് കല്ലുകൾ കണ്ടുപിടിക്കണം. നാളെ ഇന്തോനേഷ്യ പോയിട്ട് ജെസ്പർ സ്റ്റോൺ കണ്ടുപിടിച്ച് രത്നം 296 ക്യാരറ്റ് ഉണ്ട്. ബാലി ബീച്ചിൽ വെച്ച് കിട്ടിയതാക്കി. അതിൻ്റെ വീഡിയോ ഒക്കെ അതിലിട്ടിരുന്നു ഞാൻ. അങ്ങനെ